നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈംഗികതയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എന്നാൽ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ള ഒരു പൊസിഷനെക്കുറിച്ചാണ്. പലർക്കും അറിയാമെങ്കിലും ഇതിന്റെ സാധ്യതകൾ മുഴുവനായിട്ടും ആരും ഉപയോഗപ്പെടുത്താറില്ല. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാമല്ലേ? തുടങ്ങാം. കിട്ടില്ലേ? ഈയൊരു വാക്കുകൾ മതി ഈ പൊസിഷൻ എങ്ങനെയുള്ളൊരു ഫീലാണ് നൽകാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഒരു തരം ആദിമമായ വന്യമായ ഒരാകർഷണം, വളരെ തീവ്രമായ ഒരു അനുഭവം. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മൾ ഇതിൻ്റെ ആ ഒരു പ്രൈമൽ അപ്പീലിനെ പറ്റി സംസാരിക്കും. പിന്നെ കുറച്ച് ബേസിക് കാര്യങ്ങൾ. അതിനുശേഷം എങ്ങനെ രണ്ടുപേർക്കും സന്തോഷം കൂട്ടാമെന്ന് നോക്കും. അത് കഴിഞ്ഞ് കുറച്ച് അഡ്വാൻസ് ടെക്നിക്കുകളിലേക്ക് പോകും. അവസാനം ഇതെല്ലാം ചേർന്നുള്ളൊരു കംപ്ലീറ്റ് എക്സ്പീരിയൻസിനെ കുറിച്ചും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്തുകൊണ്ടായിരിക്കും ഈയൊരു പൊസിഷനെ ലോകമെമ്പാടും ഇത്രയധികം ആരാധകരുള്ളത്? ശരിക്കും എന്താണ് ഇതിൻ്റെ ഒരു പോപ്പുലാരിറ്റിക്ക് പിന്നിൽ? അപ്പോൾ ഇതിൻ്റെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വൈൽഡ് അല്ലെങ്കിൽ ഒരു ആനിമലിസ്റ്റിക് ഫീൽ. പിന്നെ ഇത് ജി സ്പോട്ട് സ്റ്റിമുലേഷന് വളരെ നല്ലതാണ്. ആ ഒരു ആംഗിള് കറക്റ്റായിട്ട് കിട്ടും. ഇതൊരു നല്ല വ്യൂ നൽകുന്നു എന്നതും പലരും പറയുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ കൈകളേക്കാൾ കൂടുതൽ ശക്തി കാലുകൾക്കുള്ളതുകൊണ്ട് കൂടുതൽ പവറോടെ പെനട്രേറ്റ് ചെയ്യാൻ ഇത് സഹായിക്കും. ശരി, അപ്പോൾ ഇതിൻ്റെ ആകർഷണങ്ങൾ നമ്മൾ കണ്ടു. ഇനി എങ്ങനെയാണ് ഇത് ശരിയായി ചെയ്യേണ്ടത് എന്നതിൻ്റെ ബേസിക്സിലേക്ക് വരാം. ഇതിൻ്റെ അടിസ്ഥാനം ശരിക്കും സിമ്പിളാണ്. അപ്പോൾ ഏറ്റവും ക്ലാസിക് രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, സ്വീകരിക്കുന്നയാൾ കൈകളിലും കാൽമുട്ടുകളിലും നിൽക്കുന്നു, അല്ലേ? പ്രവേശിക്കുന്ന പങ്കാളി പിന്നിൽ നിന്ന് മുട്ടുകുത്തി എൻട്രി ചെയ്യുന്നു. താളം കിട്ടാനും കൺട്രോൾ ചെയ്യാനും വേണ്ടി സാധാരണയായി ഇടുപ്പിൽ പിടിക്കും. ഇതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ആ ഒരു ബേസിക് സ്റ്റെപ്പ്. പക്ഷേ ഇവിടെയാണ് ഒരു ചെറിയ ട്വിസ്റ്റുള്ളത്. ഈ ബേസിക് പൊസിഷനിൽ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ എക്സ്പീരിയൻസ് മൊത്തത്തിൽ മാറും. ഇപ്പോൾ കാലുകൾ പങ്കാളിയുടെ തുടകളുടെ അകത്തോ പുറത്തോ വെച്ച് നോക്കാം. അല്ലെങ്കിൽ സ്വീകരിക്കുന്ന പങ്കാളി തുടകൾ ചേർത്തുവെച്ചാൽ അത് കുറച്ചുകൂടി ടൈറ്റായൊരു ഫീല് തരും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ പരീക്ഷണങ്ങൾ എപ്പോഴും ഗുണം ചെയ്യും. ഓക്കെ, അപ്പോൾ ബേസിക്സ് നമ്മൾ കവർ ചെയ്തു. ഇനി ഇതിനെ വെറുമൊരു മെക്കാനിക്കൽ ആക്റ്റിൽ നിന്ന് മാറ്റി രണ്ടുപേർക്കും എങ്ങനെ കൂടുതൽ പ്ലഷർ കണ്ടെത്താമെന്ന് നോക്കാം. എപ്പോഴൊരു ധാരണയുണ്ട് ഡീപ് പെനട്രേഷനാണ് ഏറ്റവും നല്ലതെന്ന്. എന്നാൽ സത്യം. നോക്കൂ, ഡീപ് പെനട്രേഷൻ ജി സ്പോട്ടിന് കൊള്ളാം, ശരിയാണ്. മുന്നോട്ടൊന്നാഞ്ഞാലേ അത് സാധിക്കും. പക്ഷേ ഷാലോ അല്ലെങ്കിൽ ആഴം കുറഞ്ഞ പെനട്രേഷനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. കാരണം യോനിയുടെ ഏറ്റവും സെൻസിറ്റീവായ ഭാഗം അതിൻ്റെ എൻട്രൻസിലാണ്. അതുപോലെ പുരുഷന്റെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്തിനും കൂടുതൽ സ്റ്റിമുലേഷൻ കിട്ടുന്നത് ഈ ഷാലോ രീതിയിലാണ്. അപ്പോൾ ഡീപ്പർ എപ്പോഴും ബെറ്ററല്ല. ഇനിയൊരു സിമ്പിൾ ടിപ്പ് പറയാം. സ്വീകരിക്കുന്നയാൾ കമിഴ്ന്ന് കിടക്കുന്ന വേർഷനാണ് ചെയ്യുന്നതെങ്കിൽ വയറിന് താഴെയായി ഒരു തലയിണ വെച്ച് നോക്കൂ. ഇത് ക്ലിറ്റോറിസിലെ നല്ല പ്രഷറും ഫ്രിക്ഷനും ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ വളരെ ചെറിയൊരു കാര്യം, പക്ഷെ ഭയങ്കരമായ വ്യത്യാസം കൊണ്ടുവരും. ഈ പൊസിഷന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൈകൾ ഫ്രീ ആയിരിക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രവേശിക്കുന്നയാൾക്ക് പങ്കാളിയുടെ മാറിടത്തിലും മുലഞ്ഞെട്ടുകളിലുമൊക്കെ തലോടാം. അതേസമയം സ്വീകരിക്കുന്ന പങ്കാളിക്ക് സ്വന്തം ക്ലിറ്റോറിസ് സ്റ്റിമുലേറ്റ് ചെയ്യാനും പറ്റും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പങ്കാളി സ്വയംഭോഗം ചെയ്യുന്നത് നിങ്ങളുടെ പെർഫോമൻസിന്റെ ഒരു കുറവായിട്ടല്ല കാണേണ്ടത്. ഒരിക്കലുമല്ല. അത് നിങ്ങൾ തമ്മിലുള്ള അടുപ്പത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു അടയാളമാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ എക്സ്പീരിയൻസ് എങ്ങനെ ഒരു ലെവൽ മുകളിലേക്ക് കൊണ്ടുപോകാം. ഇവിടെയാണ് ടോയ്സിന്റെയും ശരീരത്തിലെ ചില രഹസ്യ സ്പോട്ടുകളുടെയും ഒക്കെ റോള് വരുന്നത്. സെക്സ് ടോയ്സ് ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഇത് അതിന് പറ്റിയ ബെസ്റ്റ് പൊസിഷനുകളിലൊന്നാണ്. ഇപ്പോൾ സ്ത്രീയുടെ ക്ലിറ്റോറിസിലൊരു വൈബ്രേറ്റർ ഉപയോഗിക്കാം. അത് അവൾക്ക് ഡബിൾ സ്റ്റിമുലേഷൻ കൊടുക്കും. അതിന്റെ വൈബ്രേഷൻ പുരുഷനും ഫീൽ ചെയ്യും. ഇനി പുരുഷന്റെ വൃഷണങ്ങൾക്ക് താഴെ ഒരു വൈബ്രേറ്റർ വെച്ചാൽ അത് അവനും ഒരു പുതിയൊരു തരം അനുഭൂതി നൽകും. അപ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാം. ഈ പൊസിഷന് ഒരു ആനിമലിസ്റ്റിക് ഫീൽ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുവല്ലേ? പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് സെൻഷ്വാലിറ്റി കൂടി ചേർത്താലോ? കഴുത്തിലും തോളിലുമൊക്കെയുള്ള ചെറിയ കിസ്സുകൾ, സോഫ്റ്റായിട്ടുള്ള തലോടലുകൾ, ഇതൊക്കെ ആ ഒരു വന്യമായ അനുഭവത്തിന് ഒരു മനോഹരമായ ബാലൻസ് കൊടുക്കും. ജി സ്പോട്ടിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ എ സോൺ കേട്ടിട്ടുണ്ടോ? ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ്. 1996 ശാസ്ത്രജ്ഞർ കണ്ടെത്തിയതാണ്. ജി സ്പോട്ടിനും സെർവിക്സിനും ഇടയിലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ഏരിയ. ഇതിനെയാണ് ആൻറ്റീരിയർ ഫോണിക് സോൺ അല്ലെങ്കിൽ എ സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്, ഈ എ സോൺ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിനെ കുറച്ച് ക്ഷമയും ശ്രദ്ധയും വേണം കേട്ടോ. ആദ്യം ജി സ്പോട്ട് ലൊക്കേറ്റ് ചെയ്യുക. അവിടെ നിന്ന് പതിയെ സെർവിക്സിൻ്റെ അടുത്തേക്ക് പോവുക. സെർവിക്സ് ഒരു ഉരുണ്ട ഭാഗം പോലെ ഫീൽ ചെയ്യും. ഇനി ഈ ജി സ്പോട്ടിനും സെർവിക്സിനും ഇടയിലുള്ള ആ ഒരു ഭാഗത്താണ് എ സോൺ. ഏറ്റവും വലിയ ക്ലൂ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സ്പോട്ടിലെത്തുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുടെ റിയാക്ഷനായിരിക്കും. അത് ശ്രദ്ധിക്കുക.
എ സോൺ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സ്വീകരിക്കുന്ന പങ്കാളിക്ക് വളരെ ശക്തമായ സങ്കോചങ്ങൾ, അതായത് കോൺട്രാക്ഷൻസ് ഉണ്ടാകാം. ചിലപ്പോൾ പുറത്തേക്ക് തള്ളുന്ന പോലെ തോന്നും. ആ നിമിഷത്തിൽ കൂടുതൽ ശക്തിയായി പ്രസ് ചെയ്താൽ അതൊരുപക്ഷേ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത അത്രയും തീവ്രമായ ഒരു ഓർഗാസത്തിലേക്ക് നയിച്ചേക്കാം. ശരി, അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് ടെക്നിക്കുകൾ വരെ. ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പൊസിഷൻ എങ്ങനെ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസായി മാറുന്നുവെന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരൊറ്റ പൊസിഷൻ, അതിലെന്തൊക്കെയാണ് കിട്ടുന്നത്? ആ ഒരു വന്യമായ ആനിമലിസ്റ്റിക് ഫീല്, നല്ലൊരു വിഷ്വൽ കണക്ഷൻ, ഡയറക്റ്റായിട്ട് G-സ്പോട്ട് സ്റ്റിമുലേഷൻ, ക്ലിറ്റോറിസ് ഉത്തേജിപ്പിക്കാനുള്ള എളുപ്പം, പോരാത്തതിന് എ സോൺ എന്നൊരു സീക്രട്ട് വെപ്പൺ കൂടി. ഇതെല്ലാം കൂടി ഒന്നിച്ചു വരുമ്പോൾ ഇതൊരു സാധാരണ പൊസിഷൻ അല്ലാതായി മാറും. അല്ലേ? ശരിക്കും ഇതിൽ കൂടുതൽ എന്തു വേണം? അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമുക്ക് ഇന്നത്തെ വിവരണം നിർത്താം. വെറുമൊരു പൊസിഷൻ എന്നതിനപ്പുറം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന സാധ്യതകൾ മനസ്സിലാക്കാനും പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചു നോക്കാനും നിങ്ങൾക്കിതൊരു സഹായമാകുമെന്ന് കരുതുന്നു.